तस्मै श्री गुरवे नमः। श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सगुण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्री राधा कृष्ण पादान् सहगुण ललिता श्री विशाखान्वितांश्च। हे कृष्ण करुणा सिंधो दीनबंधो जगत्पदे गोपेश गोपिका कांता राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुदे देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഈ പവിത്രമായ പുരുഷോത്തമ മാസത്തില് ഭഗവാന്റെ തിരുമുഖത്തു നിന്നും വന്ന പുരുഷോത്തമ യോഗം എന്ന 15-ാം അധ്യായം ആണ് നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ആർക്കൊക്കെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും, ആർക്കൊക്കെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് ഭഗവാൻ പറഞ്ഞിരുന്നു. മൂഢന്മാർക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല, ജ്ഞാനികൾക്കും ഭക്തിയോഗികൾക്കും മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. ഭഗവാൻ ചില ഉദാഹരണങ്ങൾ പറയാണ് ഇവിടെ. ശ്ലോകം 12 എന്താ പറയുന്നത് നോക്കാം. ശ്ലോകം 12. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസേതേ അഖിലം യശ്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധിമാമകം. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസേതേ അഖിലം യശ്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധിമാമകം. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസേതേ അഖിലം യശ്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധിമാമകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം യശ്ചന്ദ്രമസി യജ്ഞൗ തത്തേജോ വിദ്ധിമാമകം. ഹരേ കൃഷ്ണ. ഹരേ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാധ്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം യശ്ചന്ദ്രമസി യജ്ഞോ തത്തേജോ വിദ്ധിമാമകം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യദാദിത്യകം തേജോ ജഗദ്ഭാസയതേ അഖിലം യശ്ചന്ദ്രമസി യജ്ഞൗ തത്തേജോ വിധിമാമകം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം യശ്ചന്ദ്രമസി യജ്ഞൗ തത്തേജോ വിധിമാമകം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യശ്ചന്ദ്രമസി യജ്ഞാഗ്നൗ തത്തേജോ വിദ്ധിമാമകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം യശ്ചന്ദ്രമസി യജ്ഞൗ തത്തേജോ വിദ്ധിമാമകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥവും. അഖിലം ജഗത് സർവപ്രപഞ്ചത്തെയും ഭാസേതെ ശോഭായമാനമാക്കുന്ന ആദിത്യഗതം സൂര്യന്റെ യത് തേജ ആ തേജസ്സും യത് ചന്ദ്രമസി ചന്ദ്രന്റെയും യത് അഗ്നൗച്ച അഗ്നിയുടെയും തത് തേജ തേജസ്സുകളും മാമകം എന്റേതാണെന്ന് വിദ്ധി നീ മനസ്സിലാക്കിയാലും. സർവപ്രപഞ്ചത്തെയും ശോഭായമാനമാക്കുന്ന സൂര്യന്റെ ആ തേജസ്സും ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്റേതാണെന്ന് നീ മനസ്സിലാക്കിയാലും. നമ്മൾ 10-ാമത്തെ അധ്യായം വിഭൂതി യോഗം ചർച്ച ചെയ്തിരുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു, ഭഗവാൻ പറഞ്ഞിരുന്നു ആദിത്യാനാഹം ഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരീചിർ മരുതാമസ്മി നക്ഷത്രാണാം അഹം ശശി.
ആദിത്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ വിഷ്ണു, ജ്യോതിസ്സുകളില് ദീപ്തിമത്തായ സൂര്യനും മരുത്തുക്കളിലും മരീചിയും നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്ന സൂര്യചന്ദ്രന്മാരുടെ തേജസ്സും അതുപോലെ തന്നെ അഗ്നിയുടെ തേജസ്സും ഇതെല്ലാം തന്നെ വരുന്നത് ഭഗവാനിൽ നിന്നാണ് എന്നുള്ളതാണ്. ഈ സൗരയൂഥത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് ഒരു സൂര്യനാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചം കൂടാതെ വേറെയും ഒരുപാട് ഭൗതിക പ്രപഞ്ചങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ സൂര്യമണ്ഡലങ്ങള്, ചന്ദ്രമണ്ഡലങ്ങള്, അങ്ങനെ. പക്ഷെ ഓരോ വിശ്വത്തിനും ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ. ദ്വാദശാദിത്യ എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. 12 സൂര്യന്മാരുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരു സൂര്യനെ കാണുന്നുള്ളൂ. അതിനർത്ഥം 12 ഭൗതിക ലോകങ്ങളുണ്ട് എന്നാണല്ലോ. അപ്പോ ഈ എല്ലാ ഭൗതിക ലോകങ്ങളെയും, നമ്മളുടെ ഈ ഭൗതിക ലോകത്തിനെയും മാത്രമല്ല, നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ പ്രകാശിക്കുന്ന ഒരു സൂര്യന്റെ തന്നെ തേജസ് എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ 12 ആദിത്യന്മാരെയും പ്രകാശിപ്പിക്കുന്നത് ഭഗവാനാണ്. ചന്ദ്രനെയും പ്രകാശിപ്പിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ചന്ദ്രൻ ഒരു നക്ഷത്രമാണ് എന്ന് പറയുന്നത്. നക്ഷത്രാണാം അഹം ശശി എന്ന് നമ്മൾ വിഭൂതി യോഗത്തിൽ കണ്ടിരുന്നു. അപ്പൊ ഭഗവാന്റെ ആ പരമവ്യോമത്തിലെ ആ ആധ്യാത്മിക തേജസ്സാണ് ഈ സൂര്യന്റെ പ്രകാശമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. നമുക്ക് നോക്കിക്കാണാൻ പോലും സാധിക്കുന്നില്ല ആ ഭഗവാന്റെ ആ സൂര്യന്റെ ഒരു തേജസ്. ഒരു സൂര്യന്റെ തേജസ് നമുക്കൊന്നും നേരെ സൂര്യന്റെ നേരെ നോക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ ആ ആധ്യാത്മിക ലോകത്തിലെ തേജസ് എത്രയായിരിക്കും? 12 സൂര്യന്മാരുടെ തേജസ് എത്രയായിരിക്കും? ഇതൊക്കെ നമ്മളുടെ ചിന്താശക്തിക്കും അതീതമാണ്. ഈ എല്ലാ സൂര്യന്മാരെയും പ്രകാശിപ്പിക്കുന്നത് ഭഗവാന്റെ ബ്രഹ്മജ്യോതി ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അഖിലം ജഗദ്ഭാസയതേ. അപ്പൊ അത് എത്രത്തോളം ആ ബ്രഹ്മജ്യോതി ശക്തിമത്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സൂര്യൻ ഉദിക്കുന്നതോടുകൂടി തന്നെ നമ്മളെല്ലാ മനുഷ്യരുടെയും പ്രവർത്തനം ആരംഭിക്കുകയായി. സൂര്യൻ ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നതാണ് ഈ കാർമേഘം വന്നിട്ട് സൂര്യനെ മറയ്ക്കുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. കാരണം തുണി കഴുകിയിട്ട് ഉണങ്ങില്ല, അതുപോലെ തന്നെ നമുക്ക് വെള്ളം അനുഭവപ്പെടുന്നു. അപ്പൊ അങ്ങനെ പലപ്പോഴും ആ കാർമേഘം വന്ന് സൂര്യനെ മറയ്ക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പൊ സൂര്യൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ അഗ്നിയുടെ സഹായം നമുക്ക് പല കാര്യങ്ങളിലും ആവശ്യമാണ്. അതുകൊണ്ട് സൂര്യപ്രകാശം, അഗ്നി, ചന്ദ്രന്റെ നിലാവ് ഇവയെല്ലാം തന്നെ ജീവാത്മാക്കൾക്ക് വളരെ ഹിതകാരികളാണ് എന്നുള്ളതാണ് പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നത്. അവയുടെ സഹായമില്ലാതെ ഒരു ജീവികൾക്കും കഴിഞ്ഞുകൂടാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇവയ്ക്കൊന്നും തന്നെ സ്വയം പ്രകാശിക്കാനോ അല്ലെങ്കിൽ ജ്വലിക്കാനോ ഉള്ള ശക്തി ഇല്ല. ആ പരമദിവ്യോത്തം കൃഷ്ണനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനാണ് ഇവയെ എല്ലാം പ്രകാശിപ്പിക്കുന്നത് എന്നുള്ള ഈ ഒരു തിരിച്ചറിവ് ആണ് നമുക്ക് ഭഗവാനോട് നമ്മളുടെ കൂടുതൽ എടുക്കാനും അതുപോലെ തന്നെ ഭഗവാനോടുള്ള ഭക്തി വളർത്തിയെടുക്കാനും നമ്മളെ സഹായിക്കുന്നത്. ഇത് ജ്ഞാനയോഗത്തിന്റെ ഒരു ഭാഗമാണ് ഈ 15-ാം അധ്യായം. ആദ്യത്തെ 6 അധ്യായങ്ങളിലെ ഭഗവത്ഗീതയുടെ ആദ്യത്തെ 6 അധ്യായങ്ങളിലെ ഭഗവാൻ വിവിധ തരത്തിലുള്ള യോഗ പ്രക്രിയയെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ മധ്യത്തിലുള്ള 6 അധ്യായങ്ങളിൽ ഭക്തിയോഗത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇപ്പോ 13-ാമത്തെ അധ്യായം മുതൽ ഭഗവാൻ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ജ്ഞാനയോഗത്തിനാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുമ്പോൾ, യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ആ ഭക്തിയും അതുപോലെ തന്നെ ആ അടുപ്പവും നമുക്ക് കൂടുതൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ജ്ഞാനയോഗത്തിന്റെ ഭാഗമായിട്ട് ഈ പുരുഷോത്തമ യോഗം നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ശ്ലോകം 13. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ ഉഷ്ണാമി ച ഔഷധി സർവ സോമോ ഭൂത്വാ രസാത്മകഃ. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ
पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः गामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वा सोमो भूत्वा रसात्मकः. ഹരേ കൃഷ്ണ. ഭഗവതി വാസുദേവായ. ശ്ലോകം 13. കൃഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മക. ഹരേ കൃഷ്ണ. ഗാമാവിശ്യ ച ഹരേ കൃഷ്ണ. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്തരസാത്മകഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി ഓം നമോ ഭഗവതേ വാസുദേവായ. ഗാമാവിശ്യ ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വരസാത്മകഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഗാമാവശ്യത ഭൂതാനി ഗാമാവശ്യത ഭൂതാനി ധാരായാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധി സർവ സോമാ ഭൂത്വരസാത്മകഃ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ വിവർത്തനം ഭാവാർത്ഥം. അഹം ഞാൻ ഗാം ആവിശ്യ ഓരോ ഗൃഹത്തിലും ഉൾപോകി ഓജസ എന്റെ ശക്തി കൊണ്ട് ധാരയാമി അവയെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. അഹം ച ഞാൻ തന്നെ രസാത്മകനായ സോമഹ ഭൂത്വ ചന്ദ്രനായി തീർന്ന് സർവാഹ ഔഷധി എല്ലാ സസ്യങ്ങളെയും പുഷ്ണാമി പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ഓരോ ഗൃഹത്തിലും ഉൾപോകി എന്റെ ശക്തി കൊണ്ട് അവയെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ രസാത്മകനായ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങളെയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഈ എല്ലാ ഗ്രഹങ്ങളും ഈ വായുമണ്ഡലത്തില് സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. ഓരോ ഗ്രഹത്തിലും അതുപോലെ തന്നെ ഓരോ ജീവജാലങ്ങളിലും ഓരോ അണുവിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഭഗവാൻ തന്നെ പൂർണ്ണാംശമായിട്ടുള്ള പരമാത്മാവ് ഓരോ ഗ്രഹങ്ങളിലും വിശ്വത്തിലും അതുപോലെ തന്നെ ജീവസത്തിലും പരമാണുവിലും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബ്രഹ്മസംഹിതയില് ബ്രഹ്മദേവൻ പറയുന്നുണ്ട്, ഏക അഭി അസൗ ജഗത് അണുകോടി ജഗദണ്ഡകോടി യക്തിരസ്ത ജഗദണ്ഡ ചയായദന്ത എന്ന് പറയുന്നുണ്ട്. അണ്ടാന്തരസ്ഥ പരമാണു ചയാന്തരസ്ഥ. ഭഗവാന്റെ ആ സാന്നിധ്യം കൊണ്ടാണ് ഈ ഓരോന്നിനും ആ ഉചിതമായിട്ടുള്ള ആവിഷ്കാരം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ ശരീരത്തിന് വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ സാധിക്കുന്നത്? സയൻസ് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ജീവാത്മാവിന്റെ സാന്നിധ്യം ആ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ശരീരത്തിന് വെള്ളത്തിൽ പൊന്തിക്കിടക്കാനായിട്ട് സാധിക്കും. ജീവാത്മാവ് ആ ശരീരം വിട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഉടനെ തന്നെ ആ ശരീരം വെള്ളത്തിൽ താഴ്ന്നു പോകും. നമുക്ക് പലപ്പോഴും കാണാം. ഈ ഗംഗാ തീരത്തൊക്കെ പലരും നീന്താനായിട്ട് പോയിട്ട് മുങ്ങി മരിക്കുന്നവരുണ്ട്. പിന്നെ ആ ശരീരം അങ്ങ് അവര് നീന്തി പിന്നെ ചിലപ്പോൾ മധ്യത്തിൽ പോയി ചുഴിയിൽ വിടും. പിന്നെ അവരെ കാണാൻ കിട്ടില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ശരീരം പൊന്തി വരുന്നത്. ജീവൻ ശരീരം വിട്ട് പോയി കഴിയുമ്പോൾ ശരീരം വെള്ളത്തിലോട്ട് താഴ്ന്നു പോകും. പിന്നെ ജീർണിച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഒരു വൈക്കോൽ തുരുമ്പ് പോലെ മുകളിലോട്ട് അങ്ങനെ പൊന്തി വരുന്നത്. എങ്കിലും മരിച്ച ഉടനെ തന്നെ മുങ്ങിപ്പോകുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? ജീവൻ ശരീരം വിട്ടു പോയി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ ഗ്രഹവ്യൂഹങ്ങളെല്ലാം ഈ ശൂന്യാകാശത്തിൽ ഒഴുകി നടക്കുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും? ഭഗവാന്റെ ആ പരമമായിട്ടുള്ള ശക്തി കൊണ്ടാണ് ഈ ഓരോ ഗ്രഹങ്ങളും ഈ സൗരയൂഥത്തിൽ അങ്ങനെ നിലനിന്ന് വരുന്നത്.
ചില പ്രഭാകർ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മൾ ഒരു പിടി മണ്ണ് നമ്മുടെ കയ്യിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് താഴെ വീഴാനുള്ള സാധ്യതയില്ല. അതേസമയം നമ്മളത് കാറ്റത്ത് എറിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ താഴെ വീണ് ചിതറിപ്പോകും. എന്തുകൊണ്ടാണത്? നമ്മുടെ കൈ പുറത്തായിപ്പോയി. അതുപോലെ തന്നെ ഈ എല്ലാ ഗ്രഹവ്യൂഹങ്ങളും ഭഗവാന്റെ വിശ്വരൂപത്തിലുള്ള മുഷ്ടിക്കുള്ളിലാണ് നിലനിൽക്കുന്നത്. ഭഗവാൻ അവയെ മുഷ്ടിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അതെല്ലാം ഈ സ്ഥാനം തെറ്റിട്ട് താഴെ വീണ് പോകും. അപ്പോ അതാണ് സൗരയൂഥങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാരണം. ഓരോ ഗ്രഹവ്യൂഹങ്ങളും. കാരണം ഭഗവാൻ അവയെല്ലാം തന്നെ മുഷ്ടിക്കുള്ളിൽ അങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഭൂഗോളം, ഭൂമി ഉരുണ്ട ആകൃതിയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉരുണ്ട ആകൃതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് താഴെ വന്നില്ല? ശാസ്ത്രജ്ഞന്മാർ അതിന് ഗുരുത്വാകർഷണം എന്നെല്ലാം പറയും. അപ്പൊ ഈ ഗുരുത്വാകർഷണം എല്ലാത്തിനും ബാധകമല്ലേ? ഇതിന്റെ ഈ സൗരമണ്ഡലത്തില് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഗ്രഹങ്ങളും ആ ഗുരുത്വാകർഷണം കൊണ്ട് താഴേക്ക് അതിന്റെ വരണ്ടേ? എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സർവചരാചരങ്ങളും സ്വസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് പോലെ തന്നെ ഈ എല്ലാ ഗ്രഹവ്യൂഹങ്ങളും ഈ സൗരയൂഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രഭാകർ പറയുന്നത്. അപ്പോ ഭഗവാന്റെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം നിലനിന്ന് വരുന്നത്. നമുക്കറിയാം, മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഹസ്തിനപുരത്തിൽ തിരിച്ചെത്തിയ സമയത്ത് ഭഗവാൻ അർജുനോട് പറയണ്ടായി, നീ ആദ്യം രഥത്തിൽ നിന്ന് ഇറങ്ങുക. ഇപ്പൊ അർജുനൻ തർക്കിക്കാൻ തുടങ്ങി, എന്തിനാ ഞാൻ ഇറങ്ങുന്നത്? അങ്ങല്ലേ തേരാളി, അങ്ങ് ആദ്യം ഇറങ്ങും, അതിനുശേഷം ഞാൻ ഇറങ്ങാം. പിന്നെ ഭഗവാൻ വഴക്ക് പറഞ്ഞിട്ട് അർജുനനെ താഴെ ഇറക്കി. അർജുനൻ താഴെ ഇറങ്ങിയതിനു ശേഷം ഭഗവാൻ താഴെ ഇറങ്ങി. ഭഗവാൻ താഴെ ഇറങ്ങിയ ഉടനെ തന്നെ ആ രഥം പൊട്ടിത്തെറിച്ചു. എന്താണ് അതിന് കാരണം? ഈ യുദ്ധക്കളത്തിൽ വെച്ച് ഏറ്റ ആ ശരങ്ങൾ അത്രയും ആ രഥത്തിൽ തറച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ആ രഥത്തിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. അപ്പൊ ഭഗവാൻ അറിയാം താൻ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ രഥം പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് അർജുനനോട് ആദ്യം താഴെ ഇറങ്ങാനായിട്ട് പറഞ്ഞത്. അപ്പോ ഭഗവാന്റെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭഗവാൻ ഈ ശ്ലോകത്തില് ഈ സൂര്യന്റെയും അതുപോലെ തന്നെ ചന്ദ്രന്റെയും അഗ്നിയുടെയും എല്ലാം ഉദാഹരണങ്ങൾ പറയുന്നു. ഇവിടെ ചന്ദ്രന്റെ ഉദാഹരണം എങ്ങനെയാ പറയുന്നത്? സോമോ ഭൂത എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ചെടികൾക്കൊക്കെ പോഷണം ലഭിക്കുന്ന ചന്ദ്രനിൽ കൂടെയാണ്. ചന്ദ്രപ്രകാശം ഇല്ല എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ല രീതിയിൽ വളരാനായിട്ട് സാധിക്കില്ല. നല്ല പഴങ്ങളും പച്ചക്കറികളും ഇതിനെല്ലാം സ്വാദ് അനുഭവപ്പെടുന്നത് ആ ചന്ദ്രപ്രകാശം കിട്ടുമ്പോഴാണ്. അപ്പോ ആ നിലാവ് ഇല്ലാതെ സസ്യങ്ങൾക്ക് വളരാനോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾക്ക് പച്ചക്കറികൾക്ക് സ്വാദ് നൽകാനോ കഴിയില്ല. അപ്പൊ അങ്ങനെ ആ ഭഗവദ്ദത്തങ്ങളായിട്ടുള്ള വിഭവങ്ങളുടെ സഹായം കൊണ്ടാണ് നമ്മൾ മനുഷ്യർ സുഖമായിട്ട് ജീവിക്കുന്നതും ഭക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തന്നെ. രസാത്മക എന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. ആ ചന്ദ്രന്റെ തേജസ്സിന്റെ പ്രഭാവം കൊണ്ട് എല്ലാം തന്നെ വളരെ ആസ്വാദ്യകരമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ആ ചന്ദ്രന് ആ തേജസ് പ്രദാനം ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് കഴിക്കാനായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് നല്ല രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പൊ പഴങ്ങളും പച്ചക്കറികളും ഉണ്ടായി അത് നമ്മൾ കഴിക്കുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് 14ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. ശ്ലോകം 14. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്തഃ പചാമ്യന്നം ചതുർവിധം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്തഃ പചാമ്യന്നം ചതുർവിധം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ.
अहं वैश्वानर नमो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः पचाम्यन्नं चतुर्विधं। हरे कृष्ण। हरे कृष्ण प्रभु। ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണപാനസമായുക്തഃ പച്ചാമ്യന്നം ചതുർവിധം. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु जी प्रणाम। अहं नमो वैश्वानरो भगवते भूत्वा वासुदेवाय। अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः पचाम्यन्नं चतुर्विधं। हरि ओम तत्सत्। हरे कृष्ण प्रभु जी। हरे कृष्ण हरे प्रभु जी। कृष्ण। ओम नमो भगवते वासुदेवाय। अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्त पचाम्यन्नं चतुर्विधम्। हरे कृष्ण प्रभु जी। हरे कृष्ण। अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणपानसमायुक्तः पचाम्यन्नं चतुर्विधं। कृष्ण। ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവർത്തനം ഭാവാർത്ഥവും. അഹം ഞാൻ വൈശ്വാനരഹ ഭൂത്വ ജഠരാജ്ഞയായി തീർന്ന് പ്രാണിനാം സകല ജീവജാലങ്ങളുടെയും ദേഹം ആശ്രിത ശരീരത്തെ ആശ്രയിച്ച് പ്രാണ അപാന സംയുക്ത പ്രാണൻ അപാനൻ എന്നീ ഉൾക്കൊള്ളുന്നതും പുറന്തള്ളുന്നതുമായ വായുവിനോട് ചേർന്ന് ചതുർവിധം 4 വിധത്തിലുള്ള അന്നം ഭക്ഷണ പദാർത്ഥങ്ങളെ പചാമി ദഹിപ്പിക്കുന്നു. ഞാൻ ജഠരാഗ്നിയായി തീർന്ന് സകല ജീവജാലങ്ങളുടെയും ശരീരത്തെ ആശ്രയിച്ച് പ്രാണൻ അപാനൻ എന്നീ ഉൾക്കൊള്ളുന്നതും പുറംതള്ളുന്നതുമായ വായുവിനോട് ചേർന്ന് 4 വിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നു. അപ്പോ പരമപുരുഷനായിട്ടുള്ള ആ ഭഗവാന്റെ പ്രതിനിധിയാണ് വൈശ്വാനരൻ, അല്ലെങ്കിൽ ഈ ദഹനാഗ്നി എന്ന് പറയുന്നത്. ബൃഹദാരണ്യ ഉപനിഷത്തിലും അത് പറയുന്നുണ്ട്. അയം അഗ്നി വൈശ്വാനരോയ അയം അന്തപുരുഷേ ഏനേതം അന്തം പച്യതി. എല്ലാം തന്നെ ദഹിപ്പിക്കുന്നത് ഭഗവാൻ തന്നെ. ജഡരാഗ്നിയെ തീർന്നിട്ട് വൈശ്വാനരഹ ആയി തീർന്നിട്ട് ഭഗവാനാണ് എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വേദാന്ത സൂത്രത്തിലും പറയുന്നുണ്ട് ശബ്ദാദിഭ്യ അന്തഃ പ്രതിഷ്ഠാനഃ ച. ആ ശബ്ദത്തിലും അതുപോലെ തന്നെ ശരീരത്തിന്റെ അന്തർഭാഗത്തും വായുവിലും ആ ദഹനശക്തി രൂപത്തില് ഉദരത്തിലും ഭഗവാൻ വാണരുളുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും എടുത്തു പറയുന്നത് ഇത് തന്നെയാണ്. ആയുർവേദ ശാസ്ത്രപ്രകാരവും നമ്മൾ ഭക്ഷിക്കുന്നതെല്ലാം തന്നെ ആ ദഹിച്ചു പോരുന്ന ഒരു അഗ്നി നമ്മുടെ ഉദരത്തിലുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ദഹനശക്തി അല്ലെങ്കിൽ ജഠരാഗ്നി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഭഗവാൻ വൈശ്വാനരൻ, ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് വൈശ്വാനരൻ എന്ന് പറയുന്നത്. അപ്പൊ ആ അഗ്നി എരിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പുണ്ടായിരിക്കില്ല. ആ അഗ്നി എരിയുമ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയങ്ങളെല്ലാം ശരിയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ മാത്രമേ നമുക്ക് വിശപ്പുണ്ടാകുകയുള്ളൂ. ഇപ്പോ കഴിഞ്ഞ ശ്ലോകം ഈ ശ്ലോകം കൂടി ഒന്ന് ചേർത്ത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു സോമോ ഭൂത്താരസാത്മക എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ചന്ദ്രന് വേണ്ട തേജസ്, പ്രകാശം ഇതെല്ലാം തന്നെ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് രസാത്മക ഈ ഭക്ഷണ പദാർത്ഥങ്ങൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള സ്വാദ് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇപ്പോ ഇത്രയും അധികം ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടി. നമുക്ക് ഭക്ഷിക്കാനായിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മുടെ ഈ ദഹനേന്ദ്രിയം ശരിക്കും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരുന്നാലും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് കഴിക്കാൻ തോന്നില്ല. ഡൈജഷൻ ഇല്ല. പലപ്പോഴും നമുക്ക് സദ്യക്കൊക്കെ പോകുമ്പോൾ അനുഭവപ്പെടുന്നതാണ്.
എത്ര എത്ര വിഭവങ്ങളായിരിക്കും മുമ്പിലുണ്ടായിരിക്കുന്നത്. പക്ഷെ നമുക്ക് കഴിക്കാനായിട്ട് പലർക്കും സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ഡൈജഷൻ പവർ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇനിയിപ്പോ ഡൈജഷൻ പവർ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ ഈ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലോ നമുക്ക് വയറ് ആളിക്കത്തും, അല്ലെ? ആ വിശപ്പ് കൊണ്ട് വയറ് ആളിക്കത്തും. പക്ഷെ നമ്മുടെ മുമ്പിൽ കഴിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോ ഈ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിലും നമുക്ക് ഭഗവാന്റെ കരുണ ആവശ്യമാണ്. അതുപോലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ദഹിപ്പിക്കണം എന്നുണ്ടെങ്കിലും ഭഗവാന്റെ കരുണ ആവശ്യമാണ്. അപ്പോ ദഹനേന്ദ്രിയങ്ങൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, ചികിത്സ ആവശ്യമാണ്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ദഹനേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ തരാനായിട്ട് തുടങ്ങും. അപ്പോ അത് ഏത് തരത്തിലുള്ള മരുന്നുകളായിരിക്കും? പൊതുവെ ആയുർവേദ ഡോക്ടർമാരോട് ചോദിച്ചത് അറിയാം. ജഠരാഗ്നിയെ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള മരുന്നുകളാണ് ആയുർവേദ ഡോക്ടർമാർ തരുന്നത്. കാരണം ജഠരാഗ്നി പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് ശക്തി ഒരിക്കലും കിട്ടില്ല. അപ്പോ പരമപുരുഷൻ അതാ ബ്രഹ്മം ഉദരത്തിന്റെ ഉള്ളിൽ അഗ്നിരൂപിയായിട്ട് എല്ലാ ഭക്ഷണങ്ങളെയും ദഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ ആ ദഹനത്തിന്റെ പ്രക്രിയക്ക് ഭഗവാന്റെ സഹായം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. എത്ര വലിയ കോടീശ്വരൻ ആണ് എന്നുണ്ടെങ്കിൽ പോലും ആ പൈസ ബാങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് പറ്റുള്ളൂ. അല്ലാതെ നല്ല ഭക്ഷണങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അത് കഴിക്കാനോ അവർക്ക് സാധിക്കില്ല. ആയുർവേദ ശാസ്ത്രപ്രകാരം ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നതും ഒരു കാര്യങ്ങൾ തന്നെയാണ്. ചതുർവിധം 4 തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. ഒന്ന് വിഴുങ്ങേണ്ടവ, ഒന്ന് ചവച്ചിറക്കേണ്ടവ, പിന്നെ നക്കി കഴിക്കേണ്ടവ, പിന്നെ വലിച്ചൂറ്റി കഴിക്കേണ്ടവ. അപ്പൊ ഇതെല്ലാം തന്നെ ദഹിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ശ്ലോകം 15 വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. പുരുഷോത്തമ യോഗം എന്ന ഈ 15-ാം അധ്യായത്തിലെ 15-ാം ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവസ്യ ചാഹം കൃതി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദേ ച സർവേ രേഖമേവ വേദ്യോ വേദാന്തകൃത് വേദവേദേഹ ചാഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സർവസ്യാഹ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈരഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതി വാസുദേവായ. സർവസ്യ ചാഹം ഇതി സന്നിവിഷ്ടോ മത്താസ്മൃതി ജ്ഞാനമപോഹനം ച വേദോ ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹ ചാഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹ ചാഹം. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. പ്രണാമം.
ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനം ഭാവാർത്ഥവും. അഹം ഞാൻ സർവസ്യച്ച സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സന്നിവിഷ്ട വാഴുന്നു. സ്മൃതി ഓർമ്മശക്തിയും ജ്ഞാനം അറിവും അപോഹനം ച മറവിയും മത്തഹ എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. സർവൈഹി വേദൈഹി ച എല്ലാ വേദങ്ങളിലൂടെയും വേദ്യ അറിയേണ്ടത് അഹം ഏവ എന്നെ തന്നെയാണ്. വേദാന്തകൃത് വേദാന്തം നിർമ്മിച്ചതും വേദവിദ് ച വേദജ്ഞനും അഹം ഏവ ഞാൻ തന്നെയാണ്. ഞാൻ സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വാഴുന്നു. ഓർമ്മശക്തിയും അറിവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെയാണ്. വേദാന്തം നിർമ്മിച്ചതും വേദജ്ഞനും ഞാൻ തന്നെയാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? സർവസ്യ ഹൃദി. ഭഗവാൻ ആ പരമാത്മാ രൂപത്തില് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തില് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് പറയുന്നതല്ല. നമ്മൾ വിഭൂതി യോഗം പറയുന്ന സമയത്ത് 10-ാം അധ്യായത്തില് നമ്മൾ കണ്ടിരുന്നു. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എന്ന് പറഞ്ഞിരുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തില് ഞാൻ പരമാത്മാവായിട്ട് വസിക്കുന്നുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. ഇനി അവസാനത്തെ 18-ാം അധ്യായത്തിലും ഭഗവാൻ അത് പറയുന്നുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്നുണ്ട്. സർവ്വ ജീവജാലങ്ങളുടെയും ഹൃദയത്തില് ഞാൻ വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ അർജുനന്റെ അവസ്ഥ വളരെ കൺഫ്യൂഷനുള്ളായിരുന്നു. താൻ യുദ്ധം ചെയ്യണോ അതോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് അർജുനൻ അസമർത്ഥനായിരുന്നു. ഒരു വ്യക്തിയുടെ കഴിവ് എത്രത്തോളം പരിമിതമാണ് എന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. നീ വലിയ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നീ മണ്ടനാണ് എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അർജുനൻ മണ്ടനല്ല. അർജുനന് ഇതെല്ലാം അറിയാവുന്നതാണ്. കാരണം അർജുനൻ ഭഗവാന്റെ സന്തത സഹചാരിയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭഗവത്ഗീത ശ്രവിക്കാനായിട്ടുള്ള അവസരം കിട്ടില്ലായിരുന്നു. അപ്പോ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അർജുനൻ പല പല ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നതും ഭഗവാൻ അവയ്ക്കെല്ലാം ഉത്തരം നൽകുന്നത്. അപ്പൊ അങ്ങനെ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ആ പരമാത്മാ രൂപത്തില് ഒരു ജീവാത്മാവിനെ നയിച്ചുകൊണ്ട് ഓരോ ജീവജാലങ്ങളുടെയും ഹൃദയത്തില് വാഴുന്നുണ്ട്. ഇപ്പോ ശരീരം മാറുമ്പോൾ ആ ജീവാത്മാവ് ആ പൂർവ്വജന്മത്തിലുള്ള കർമ്മങ്ങളെല്ലാം തന്നെ മറന്നു പോകും. പൂർവ്വജന്മ കർമ്മങ്ങൾ മാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് വേറെയും പല പല ശരീരങ്ങൾ സ്വീകരിച്ചിരുന്നു എന്നുള്ള ആ വസ്തുത പോലും നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ 4-ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നത് നമുക്ക് അറിയായിരുന്നു. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന കാന്യകം വേദ സർവാണി നത്വം വേദ പരന്തപ. നീയും ഞാനും ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷെ നിനക്ക് അതൊന്നും തന്നെ ഓർക്കാനായിട്ട് സാധിക്കുന്നില്ല. എനിക്കതെല്ലാം നല്ല ഓർമ്മയുണ്ട് എന്ന് ഭഗവാൻ അർജുനോട് പറയുണ്ടായിരുന്നു. അപ്പോ ആ ഭൂത ഭാവി വർത്തമാനങ്ങളെ അറിയുന്ന പരമാത്മാവ് അപ്പൊ സകല നമ്മളുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് നമ്മുടെ തന്നെ ശരീരത്തില് നിലകൊള്ളുന്നുണ്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ ആ ജന്മത്തിലെല്ലാം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഇതെല്ലാം തന്നെ ഭഗവാന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോ അതുകൊണ്ട് ആ സകല ജീവജാലങ്ങളുടെയും കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് ആ പരമാത്മാവാണ്. ആ പരമാത്മാവിന്റെ നിർദ്ദേശാനുസരണം ആ ഭൗതിക ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ നമ്മുടെ ഈ ദേഹത്തില് ഈ വഹിക്കുന്ന ജീവസത്തയ്ക്ക് നമ്മൾ അർഹിക്കുന്നത് തന്നെ ലഭിക്കും. എങ്ങനെ നമ്മൾ അർഹിക്കുന്നു? നമ്മള് കഴിഞ്ഞ ജന്മത്തില് എന്താണോ നമ്മുടെ ചിന്തകളായിരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ പുതിയ ശരീരങ്ങള് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏത് തരത്തിലുള്ള ശരീരമാണോ സ്വീകരിക്കുന്നത് അതിന് അനുസൃതമായിട്ടുള്ള വിധത്തിലാണ് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്.
ഇപ്പോ ദേവേന്ദ്രന് ശാപം കിട്ടി പന്നിയായ സമയത്ത് ആ ദേവേന്ദ്രൻ ഒരു പന്നിയെ പോലെയാണ് പ്രവർത്തിച്ചത്. ദേവേന്ദ്രന് ഓർമ്മ തന്നെ ഉണ്ടായിരുന്നില്ല താൻ ദേവേന്ദ്രനാണ് എന്നുള്ള കാര്യം. അപ്പോ ഓരോ ജീവസത്തയ്ക്കും അതിന് അനുയോജ്യമായിട്ടുള്ള ആ ശരീരമാണ് പരമാത്മാവിന്റെ പ്രേരണ മൂലം ഈ ഭൗതിക പ്രകൃതി നൽകുന്നത്. അപ്പോ ആ ജീവന്റെ ആ ജന്മാന്തര തൃഷ്ണകൾക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ആ സാഹചര്യം ഉണ്ടാക്കുകയാണ് അതിന്റെ ഉദ്ദേശം. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് യംവാപ്യ സ്മരൺ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. നമ്മള് ത്യജത്യന്തേ കളയവരം, ആ ശരീരം ത്യജിക്കുന്ന സമയത്ത് ആ മരണത്തിന്റെ ആ നിർണായക നിമിഷങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണസ്മരണയോടുകൂടിയിട്ട് നമ്മുടെ ശരീരം ത്യജിക്കുമ്പോൾ അതീന്ദ്രിയമായിട്ടുള്ള ഭഗവത്പദം നമുക്ക് പോകാനായിട്ട് സാധിക്കും. മറ്റ് ഏതെങ്കിലും സ്മരണ പുലർത്തിക്കൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ശരീരമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഉചിതമായിട്ടുള്ള മനോഭാവത്തോട്ട് നമുക്ക് മരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്താണ് വഴി? നമുക്ക് നമ്മളുടെ അവസാന നിമിഷത്തില് അന്ത്യവേളയില് നമുക്ക് എങ്ങനെ ഭഗവത് സ്മരണയോട്ട് നമുക്ക് നമ്മുടെ ശരീരം ത്യജിക്കാം. നമുക്കറിയാം ഈ ശ്രീമദ് ഭാഗവത്തിലെ ആ മഹാമനുഷ്യനായിട്ടുള്ള ഭരത മഹാരാജാവ്, അദ്ദേഹത്തിന് ആ മരണവേളയില് ആ വെള്ളത്തിലൊഴുകി പോകുന്ന മാൻകുട്ടിയുടെ സ്മരണയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ശരീരം വിട്ടിട്ട് പുതിയ ശരീരം സ്വീകരിച്ചപ്പോൾ മാൻകുട്ടിയുടെ ശരീരം ആണ് കിട്ടിയത്. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട് അദ്ദേഹത്തിന് തന്റെ പൂർവ്വജന്മത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. താൻ ഭാരത സമ്രാട്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മാൻകുട്ടിയുടെ ശരീരം സ്വീകരിച്ചപ്പോഴും മഹാമുനിമാരുടെ ആശ്രമത്തിനെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് അങ്ങനെ ദേഹം ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരാളുടെ ജീവിതകാലം മുഴുവൻ സംഭരിച്ചു വരുന്ന വിചാരങ്ങളാണ് ആ മരണ നിമിഷങ്ങളിലെ സ്മരണയ്ക്ക് കളമൊരുക്കുന്നത്. അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മളുടെ ഈ ജന്മം എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത ജന്മത്തിനുള്ള വിത്ത് പാകാനായിട്ടുള്ള ഒരു വെള്ളനിലമായിട്ട് നമ്മൾ കണക്കാക്കണം. കൃഷ്ണന്റെ അതീന്ദ്രിയമായിട്ടുള്ള ഭാവത്തിനെ സ്വീകരിക്കുന്നതിന് നമ്മളുടെ അത്തരത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത കളയവരം യപ്രയാതി സദ്മദ്ഭാവം യാത്യനാത്യസ്ത സംശയ എന്ന് പറയുന്നുണ്ട്. അവസാന നിമിഷത്തില് നമ്മള് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ കളയവരം നമ്മുടെ ശരീരം ത്യജിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ ആ ഭാവത്തിനെ തന്നെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ സാത്വിക ഭാവത്തോടു കൂടി ജീവിക്കുക, കൃഷ്ണനെ നിരന്തരം സ്മരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ അന്ത്യവേളയിലും നമുക്ക് ആ ഭഗവാന്റെ സ്മരണ ഉദിക്കും. അപ്പൊ അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ഭഗവത് സേവനത്തിലെ കൂട്ടി നമ്മള് ജീവിതം നയിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തില് നമുക്ക് ലഭിക്കുന്ന ഒരു ഭൗതിക ശരീരം ആയിരിക്കില്ല, മറിച്ച് നമുക്കൊരു ആധ്യാത്മിക ശരീരം ആണ് ലഭിക്കുക. ആധ്യാത്മിക ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് താരതമ്യം ചെയ്യാം. ഭഗവാന്റെ പോലെ തന്നെ 4 കൈകളും ശ്യാമസുന്ദര രൂപത്തിലുള്ള ശരീരമാണ്. ആധ്യാത്മിക ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ശരീരം അങ്ങനെയാണ്. അപ്പോ അതാണ് ആധ്യാത്മിക ശരീരം. അവിടെ സൂര്യചന്ദ്രന്മാരോ ഇതൊന്നും തന്നെ ആവശ്യമില്ല. ഭാഷയെ സൂര്യോ ശശാങ്കോന പാവക, അവിടെ എത്തിക്കഴിഞ്ഞാലോ തിരിച്ചു വരും വേണ്ട. യദ്ഗത്വാൻ എന്ന് വർത്തന്തേ തദ്ധാമ പരമ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര. നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഭഗവാനെ സ്മരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഭഗവാനോട് പറയുന്നത് എന്താണ്? സ്മൃതി, ജ്ഞാനം, അബോഹനം, ഓർമ്മശക്തി, അറിവ്, മറവി. ഇപ്പോ സ്മരണയും അതുപോലെ തന്നെ വേണ്ടുന്നത്ര അറിവും നൽകപ്പെട്ടിട്ടും പലപ്പോഴും ജീവാത്മാവ് കഴിഞ്ഞ ജന്മങ്ങളെ പറ്റിയിട്ട്
മറന്നു പോകുന്നു. എന്തുകൊണ്ടാണത്? അവര് ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നില്ല. അപ്പൊ എവിടെ നിന്നാണ് ഈ അറിവ് വരുന്നത് എന്നുള്ളത് ആരും തന്നെ ചിന്തിക്കാറില്ല. അത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് ആ അറിവ് കിട്ടുന്നത്. ഇപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, മത്തഹ, എന്നിൽ നിന്നാണ് ഇതെല്ലാം തന്നെ വരുന്നത്. ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഇതിനെ അവബോധം എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ അവബോധം നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് അവർക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു കൊച്ചു ഉദർശന പ്രഭാവ ഉദാഹരണമായി, ഒരു കൊച്ചുകുട്ടി, അത് മൃഗമായിരുന്നോട്ടെ അല്ലെങ്കിൽ മനുഷ്യനായിക്കോട്ടെ, ഇപ്പൊ പാൽ കുടിക്കുന്ന ഒരു കൊച്ചുകുട്ടി, അത് പ്രസവിച്ച് അത് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ അമ്മയുടെ മുല എവിടെയാണ് എന്നുള്ളതാണ് തപ്പിക്കൊണ്ടിരിക്കുക. കണ്ണ് തുറന്നിട്ടുണ്ടാവില്ല, പക്ഷെ എന്നിരുന്നാലും അത് കയ്യും മുഖവും വെച്ചിട്ട് അങ്ങനെ അമ്മയുടെ മുല തപ്പാനായിട്ട് തുടങ്ങും. എവിടെ നിന്നാണ് ആ കുട്ടിക്ക് അറിവ് ലഭിക്കുന്നത്? അത് പരമാത്മാവിൽ നിന്നാണ് അറിവ് ലഭിക്കുന്നത്. പരമാത്മാവ് തന്നെ നമ്മളുടെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് ആ അറിവ് പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ വളരെ പ്രധാനമാണത്. ആ പരമാത്മാവിന്റെ സാന്നിധ്യം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത്. പിന്നെ വേദങ്ങളെ പറ്റി പറയുന്നുണ്ട് ഭഗവാൻ ഇവിടെ. വേദൈശ്ച സർവൈർ അഹം ഏവ വേദ്യഃ എന്ന് പറയുന്നുണ്ട്. അത് ഏത് രൂപത്തിലോ ആയിക്കോട്ടെ, നിത്യശൂന്യ ബ്രഹ്മം എന്ന നിലയിലോ, അല്ലെങ്കിൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാനായിട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവായിട്ടോ, ഇത് മാത്രമല്ല ആ വേദാവതാര മൂർത്തിയായിട്ടും ഭഗവാൻ ആരാധിക്കപ്പെടുന്നുണ്ട്. മനുഷ്യർക്ക് വേണ്ടും വിധം ജീവിതം നയിച്ചിട്ട് സ്വഭവനമായിട്ടുള്ള ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താൻ ഉതകുന്ന ആ നിർദ്ദേശങ്ങൾ, ഇതെല്ലാം തന്നെയാണ് വേദങ്ങൾ നൽകുന്നത്. അപ്പോ ആ വേദങ്ങളിൽ പറയുന്ന എന്താണ്? അഹം ഏവ വേദ്യ, എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ എങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാം എന്നുള്ളതെല്ലാം തന്നെ നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ശ്രീമദ് ഭഗവത്ഗീത, അത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. നമ്മള് മനുഷ്യ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ മനുഷ്യ ശരീരം നമുക്ക് വിട്ടിട്ട് ആത്മീയ ശരീരം സ്വീകരിക്കാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ഭഗവത്ഗീതയിൽ നമുക്ക് തരുന്നത്. ശ്രീല പ്രഭു ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ അങ്ങനെ തരും അല്ലെ? ഹൗ ടു ഓപ്പറേറ്റ് വാഷിംഗ് മെഷീൻ, എങ്ങനെ ആ വാഷിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ പലർക്കും ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പൊ ഒരു ആ ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കിയിട്ട് എവിടെ ഏത് ബട്ടൺ പ്രസ് ചെയ്യണം, എവിടെ സോപ്പ് നിറയ്ക്കണം, എങ്ങനെ വെള്ളം വിടണം, എങ്ങനെ വെള്ളം പുറത്ത് കളയണം, അത് ടൈം എങ്ങനെ സെറ്റ് ചെയ്യണം, ഇതെല്ലാം നോക്കി അവർ മനസ്സിലാക്കിയതിനു ശേഷമാണ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഭഗവത്ഗീത നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് നമുക്ക് എപ്രകാരം ഈ മനുഷ്യ ശരീരം ഉപേക്ഷിച്ചിട്ട് ആത്മശരീരം സ്വീകരിക്കാം എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ മനുഷ്യ ജീവിതത്തിനുണ്ട് ഇൻസ്ട്രക്ഷൻ മാനുവലാണ് ഈ ഭഗവത്ഗീത. ഇത് ആരാണ് എഴുതിയത്? ഭഗവാൻ കൃഷ്ണൻ തന്നെ ആണ് എഴുതിയത്. പലർക്കും സംശയമുണ്ടാകും, ഭഗവാൻ കൃഷ്ണൻ എഴുതിയത് വ്യാസദേവനാണ് എഴുതിയത് എന്നുള്ളത്. വ്യാസദേവൻ ആരാണ്? ഭഗവാന്റെ തന്നെ ലിറ്റററി ഇൻകാർണേഷൻ ആണ്. വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, വ്യാസായ വിഷ്ണു രൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനതേ വസിഷ്ഠായ നമോ നമഃ എന്ന് പറയുന്നുണ്ട്. ആ ഭഗവാൻ തന്നെ വ്യാസദേവന്റെ രൂപത്തിൽ വന്നിട്ടാണ് ഈ വേദങ്ങൾ. അതല്ലാതെ ആർക്കെഴുതാൻ സാധിക്കും ഭഗവാന്റെ മഹിമകളെ പറ്റിയിട്ട്? അത് ഭഗവാൻ അല്ലാതെ വേറെ ഒരാൾക്കും തന്നെ സാധിക്കില്ല. മേൽപ്പത്തൂരിൽ നാരായണീയം രചിച്ചിരുന്ന സമയത്ത് ഓരോ വരി എഴുതിയതിനു ശേഷം ഭഗവാനും മുഖത്തേക്ക് നോക്കും, ഭഗവാൻ തലകുലുക്കി കാണിക്കും. അങ്ങനെയാണ് അദ്ദേഹം ആ 100 ശതകങ്ങൾ എഴുതിയത്. അപ്പോ ആ പരമദിവ്യോത്ത പുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ പറ്റിയിട്ട് ആണ് വേദങ്ങളിൽ പറയുന്നത്. അങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ വ്യാസദേവനായിട്ട് അവതരിച്ച ആ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് വേദാന്ത സൂത്രം രചിച്ചത്. ബദ്ധനായിട്ടുള്ള ജീവാത്മാവിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഭക്ഷ്യവിഭവങ്ങൾ സൃഷ്ടിക്കുകയും അവയൊക്കെ തന്നെ ജഡരാഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ സഹായിക്കുന്നതും
കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. സോമോപുത്ത രസാത്മക, ചന്ദ്രനായി തീർന്നിട്ട് എല്ലാ ഭക്ഷ്യവിഭവങ്ങൾക്കും വേണ്ട രസം പ്രദാനം ചെയ്യുന്നതും, വീണ്ടും അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വൈശാനുരഭൂത്ത പ്രാണിനാം ദേഹമാശ്രിത, ജഡരാഗ്നിയായി തീർന്നിട്ട് നമ്മളുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നതും എല്ലാം തന്നെ ഭഗവാനാണ്. അപ്പോ അങ്ങനെ നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് നിൽക്കുന്ന ഭഗവാനാണ് നമുക്ക് ഈ ഭഗവത്ഗീത നേരിട്ട് പറഞ്ഞു തരുന്നത്. അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്നതും ഉദ്ധവർക്ക് ഉദ്ധവഗീത ഉപദേശിക്കുന്നതും അതുപോലെ തന്നെ ദേവഹൂതിക്ക് സാഖ്യശാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നതും ഇതെല്ലാം തന്നെ സ്വയം ഭഗവാനാണ്. അപ്പൊ അങ്ങനെ ഈ ജ്ഞാനപ്രദാനം അങ്ങനെ ഭഗവാൻ തുറന്നു വരികയാണ് ചെയ്യുന്നത്. ഓരോരോ യുഗങ്ങളിലും ഓരോരോ അവതാരങ്ങളും എടുത്തുകൊണ്ട് ഭഗവാൻ തന്നെ നമുക്ക് ജ്ഞാനം പ്രദാനം ചെയ്തു തരാണ്. അദ്ദേഹത്തിൽ നിന്നും വരുന്ന ആ അറിവ് പരിപൂർണമാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പരിപൂർണനാണ്. ഈശോപനിഷത്തിൽ പറയുന്ന പോലെ ഓം പൂർണ്ണമദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ. അദ്ദേഹം പൂർണ്ണനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന എല്ലാം തന്നെ പൂർണ്ണമാണ് എന്നുള്ളതാണ് ഈശോപനിഷത്ത് പറയുന്നത്. അപ്പോ പിന്നെ പറയുന്നത് എന്താണ്? അപോഹനം. അപ്പോ മറവി, നമ്മുടെ ഈ മറവി നല്ലതാണോ ചീത്തയാണോ? മറവി നല്ലതും ആണ് ചീത്തയും ആണ്. ഭഗവാനെ പറ്റി മറക്കുന്നത് ചീത്തയാണ്, അതേസമയം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മറക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളുടെ കഴിഞ്ഞ ജന്മങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുക. ഈ ജന്മത്തില് ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളൊരു ആക്സിഡന്റിലാണ് മരിച്ചത്, ഒരു മാരകമായിട്ടുള്ള ആക്സിഡന്റാണ് മരിച്ചത് എന്നുള്ള ആ ഒരു ഓർമ്മ നമുക്ക് ഈ ജന്മത്തിൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ജീവിതം എത്രത്തോളം ഭയങ്കരമായിരിക്കും, വളരെ പ്രയാസകരമായിരിക്കും. ഒരു നടന്ന ഒരു സംഭവമാണ്. ബോംബെയിൽ ഒരു കുട്ടി ജനിച്ച് ഒരു 5 വർഷമായി ഞാൻ തോന്നുന്നു. അതിനു മുമ്പ് ആ കുട്ടിക്ക് കഴിഞ്ഞ ജന്മം ഓർമ്മ വരാനായിട്ട് തുടങ്ങി. ഉടനെ ആ കുട്ടി കിടന്ന് പറയാനായിട്ട് തുടങ്ങി, ഇതല്ല എൻ്റെ വീട്. അങ്ങനെ ആ കുട്ടി പറഞ്ഞ വഴി വെച്ചിട്ട് അവരങ്ങനെ യാത്ര ചെയ്തിട്ട് അങ്ങനെ രാജസ്ഥാനിലെത്തി. രാജസ്ഥാനിൽ ആ കുട്ടി പറഞ്ഞ വഴി കൂടെ എല്ലാം സഞ്ചരിച്ചിട്ട് ഒരു വീടിന്റെ മുമ്പിലെത്തിയപ്പോഴും ആ കുട്ടി പറഞ്ഞു, ഇതാണ് എൻ്റെ വീട്. അപ്പൊ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ആ കുട്ടി പറഞ്ഞു, ഇന്ന സാധനം ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, ഇന്ന സാധനം ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് എല്ലാം ആ കുട്ടി പുറത്തുനിന്ന് പറഞ്ഞു കൊടുത്തു. ബോംബെയിൽ ജനിച്ചൊരു കുട്ടിയാണത്. പക്ഷെ ആ കുട്ടി രാജസ്ഥാനിൽ പോയിട്ട് അവിടെ അതെല്ലാം പറഞ്ഞു. അപ്പൊ വീട്ടുകാരോട് ഈ കുട്ടി പറയുന്ന എല്ലാം ശരിയാണ്, ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഈ വീട്ടിനകത്തുണ്ട്. അപ്പോ ആ കുട്ടിക്ക് പെട്ടെന്ന് പൂർവ്വജന്മം ഓർമ്മ വന്നു. പിന്നീട് ഒച്ച വെക്കല്ലോ. അപ്പോ ആ കുട്ടിക്ക് ആ പൂർവ്വജന്മ സ്മരണ വന്നത് കൊണ്ട് ആ കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ നമ്മളെ തന്നെ ബോംബെ ക്ഷേത്രത്തിൽ ചേർന്ന ഒരു ഭക്തനായിട്ട് തീർന്നു. അങ്ങനെയാണ് ആ കുട്ടി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ദേഹം ത്യജിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അല്ല മിക്കവാറും എല്ലാവർക്കും നമ്മളുടെ പൂർവ്വജന്മ സ്മരണ നമുക്ക് നഷ്ടപ്പെടും. അത് വളരെ നല്ലതാണ്. പക്ഷെ നമ്മള് ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മള് പൂർവ്വജന്മങ്ങളിൽ ചെയ്തു നിർത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഘട്ടത്തിൽ നിന്നാണ് നമുക്ക് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ജീവാത്മാവ് അത് മറന്നുപോയി കഴിഞ്ഞാലും അന്തഃപ്രവിഷ്ട അത് മനസ്സിലാക്കാനായിട്ടുള്ള ആ ബുദ്ധി വൈഭവം നമ്മളുടെ തന്നെ അകത്ത് വസിക്കുന്ന പരമാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഈ ഭൗതിക ലോകത്തില് നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ മാത്രമല്ല, ആ ഭഗവാനിൽ നിന്ന് തന്നെ ആ വേദജ്ഞാനം നേടാനായിട്ടുള്ള ആ അവസരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ വൈദിക ജ്ഞാനത്തിൽ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് അതിന് വേണ്ടുന്ന ആ ദക്ഷിണാശക്തി നൽകുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ഈ വൈദിക വിജ്ഞാനം വെളിപ്പെടുത്തി തരുന്നത്? ഓരോ ജീവാത്മാവിന്റെയും ആവശ്യമാണ് നമുക്ക് ഭഗവാൻ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ആ അറിവ് നേടുക.
വേദങ്ങളിൽ പറയുന്നുണ്ട്, യോ അസൗ സർവൈഹി വേദൈഹി ഗീയതേ. എല്ലാ വേദങ്ങളിലും പ്രകീർത്തിക്കുന്നത് ഭഗവാനെ കുറിച്ചിട്ട് തന്നെയാണ്. 4 വേദങ്ങളിൽ 20,000-ലധികം ശ്ലോകങ്ങളുണ്ട്. അതുപോലെ തന്നെ വേദാന്ത സൂത്രം, അതായത് ബ്രഹ്മസൂത്രത്തില് 555 സൂത്രങ്ങളുണ്ട്. പിന്നെ 108 ഉപനിഷത്തുകള്, 18 പുരാണങ്ങള്, 18 പുരാണങ്ങളിൽ മാത്രം 4 ലക്ഷം ശ്ലോകങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പ്രകീർത്തിക്കുന്നത് ഭഗവാന്റെ മഹിമകളെ കുറിച്ചിട്ടാണ്. നമുക്ക് ഇതെല്ലാം തന്നെ വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള സമയമോ അല്ലെങ്കിൽ ബുദ്ധിയോ നമുക്ക് ഈ ഭൗതിക ശരീരത്തിലേന്നുകൊണ്ട് നമുക്ക് ഉണ്ടാകില്ല. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട് ഇതെല്ലാം തന്നെ സംഗ്രഹിച്ചിട്ട് 700 ശ്ലോകങ്ങളാക്കിയിട്ട് നമുക്ക് ഈ ഭഗവത്ഗീത ഭഗവാൻ നൽകിയിട്ടുണ്ട്. ഇപ്പൊ വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ കർമാനുഷ്ഠാനങ്ങള്, വൈദിക തത്വചിന്ത, ഭഗവത് ഭക്തിയുത സേവനം, ഇതെല്ലാം തന്നെ ഈ ഭഗവത്ഗീതയില് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതെല്ലാം എത്തിച്ചേരുന്നത് ഒരേ ഒരു വിഷയത്തിലാണ്, വേദശ്ച സർവൈർ അഹം ഏവ വേദ്യഃ. എല്ലാ വേദങ്ങളിൽ കൂടെ അറിയേണ്ടതും എന്നെ തന്നെയാണെന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നു. എല്ലാ വേദങ്ങളും പഠിച്ചതിന് ശേഷവും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിവില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ വേദ പഠനം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. വൃന്ദാവനത്തിലെ ഈ യോഗിമാര് അവര് ഒരുപാട് സൂക്തങ്ങളും മന്ത്രങ്ങളും എല്ലാം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് അവർ യജ്ഞം ചെയ്യായിരുന്നു. പക്ഷെ കൃഷ്ണനും ബലരാമനും അവരുടെ അടുത്ത് പോയ സമയത്ത് അവർക്ക് കൃഷ്ണനും ബലരാമനും തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. ഞങ്ങളിവിടെ യജ്ഞം ചെയ്തിരിക്കേണ്ട, ശല്യപ്പെടുത്തരുത് എന്നും പറഞ്ഞ് അവര് ഓടിച്ചു വിട്ടു. പിന്നീട് അവരുടെ പത്നിമാരാണ് കൃഷ്ണൻ ബലരാമൻ. കൃഷ്ണൻ ബലരാമനും വന്നിട്ടുണ്ടോ? അവര് ഈ യജ്ഞത്തിന് വേണ്ടി ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും എടുത്തുകൊണ്ട് കൃഷ്ണൻ ബലരാമനും നിവേദിച്ചു എന്നുള്ളതാണ്. അപ്പോ ഈ വേദ പഠനം കൊണ്ടുള്ള പ്രയോജനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്ന പോലെ ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് വേദങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃഷ്ണനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശീലപ്രഭുപാദർ വൃന്ദാവനത്തിലിരിക്കുന്ന സമയത്ത് 3-4 ത്രിവേദിമാര് അവിടെ വന്നു. ഞങ്ങൾ ആ ത്രിവേദിയാണ്, ഈ ത്രിവേദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോ ശീലപ്രഭുപാദർ അവരോട് ചോദിച്ചു, ആരാണ് പരമദിവ്യോത്തമൻ കൃഷ്ണൻ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് വേണ്ട മതിയായിട്ടുള്ളൊരു ഉത്തരം നൽകാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ആ സമയത്താണ് ഒരു കുട്ടി, സരസ്വതി എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ കളിച്ചുകൊണ്ട് നടക്കുന്നത്. ഉടനെ തന്നെ പ്രഭുപാദർ സരസ്വതി ഇവിടെ വാങ്ങും പറഞ്ഞ് വിളിച്ചു. ആരാണ് പരമദിവ്യോത്തമ കൃഷ്ണൻ എന്ന് ചോദിച്ചു. ആ കുട്ടി കളിച്ചുകൊണ്ട് നടക്കണം. കളിയുടെ കൂടെ പറഞ്ഞു, കൃഷ്ണനാണ് പരമദിവ്യോത്തമ കൃഷ്ണൻ എന്ന് പറഞ്ഞു. ഉടനെ പ്രഭുപാദർ പറഞ്ഞു, ഇവളാണ് ചതുർവേദി എന്ന് പറഞ്ഞു. അപ്പോ ഭഗവാനെ അറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഭഗവത് സാക്ഷാത്കാരത്തിന് ഉതകുന്ന എല്ലാ പ്രക്രിയകളും ഈ വേദങ്ങളിലും ഭഗവത്ഗീതയിലും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പരമമായിട്ടുള്ള പ്രാപ്തിസ്ഥാനമാണ് ഭഗവാൻ കൃഷ്ണൻ. ചുരുക്കത്തില് ഈ വൈദ്യസാഹിത്യം പഠിച്ചിട്ട് പരമകൃഷ്ണനും താനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയുക. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആ പരമപുരുഷനുമായിട്ടുള്ള ബന്ധം അറിയുക, അതിനെയാണ് സംബന്ധജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് വിവിധ പ്രക്രിയകളിൽ കൂടെ ആ ഭഗവാനോടുള്ള ആ പ്രേമം വളർത്തിയെടുക്കുക, അതിനെയാണ് അഭിധേയ ജ്ഞാനം എന്ന് പറയുന്നത്. അവസാനമായിട്ട് പരമദിവ്യോത്തമ കൃഷ്ണനായിട്ടുള്ള ആ ആത്യന്തിക ലക്ഷ്യത്തെ പ്രാപിക്കുക, അതിനെയാണ് പ്രയോജന ജ്ഞാനം എന്ന് പറയുന്നത്. അതിനെ സംബന്ധം, ആഭിധേയം, പ്രയോജനം, ഈ 3 കാര്യങ്ങളാണ് ഈ എല്ലാ വേദങ്ങളുടെയും ഉദ്ദേശം. വേദജ്ഞാനം, ആ വേദങ്ങളുടെ പരമലക്ഷ്യം, ഇതെല്ലാം തന്നെ ഈ ശ്ലോകത്തില് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിനെയാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, ഏതജ്ഞാനം ഇതി പ്രോക്തം അജ്ഞാനം യതതോ അന്യത. നമ്മൾ വലിയ വലിയ ഡിഗ്രിയും ക്വാളിഫിക്കേഷനും ഇതെല്ലാം നേടിയിട്ട് അവസാനം ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? അജ്ഞാനം യതതോ അന്യത. എന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജ്ഞാനം. അതിനപ്പുറം ഉള്ളത് എല്ലാം തന്നെ അജ്ഞാനമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ വളരെ പ്രധാനമാണ് ഭഗവാൻ പരമദിവ്യോത്തമ കൃഷ്ണനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഭഗവത് സേവനം അനുഷ്ഠിക്കുക, അദ്ദേഹത്തെ പ്രാപിക്കുക എന്നുള്ളത്. അപ്പോ ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാരാംശം. വേദശ്ച സർവൈർ അഹമേവ വേദ്യഃ. ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ
ശ്ലോകത്തിന്റെ ഉദ്ദേശം, ഈ പുരുഷോത്തമ യോഗം എന്ന ഈ അധ്യായത്തിന്റെയും ഉദ്ദേശം അത് തന്നെയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, നിതായ് ഗൗർ പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. അടുത്ത എന്തെങ്കിലും സംശയങ്ങളിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കാരണം നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്തു. ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. രാമ 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 ഹരേ ഹരേ.